ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കംപ്ലയിൻറ്റ് ഹുണ്ടായി എക്സിൻ്റെ പെട്രോൾ ആണ് കേട്ടോ. ആ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഡ്ലിങ്ങിൽ നിൽക്കില്ല, വണ്ടി അപ്പം തന്നെ ഓഫ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പിന്നെ ചൂടായി കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ ആ സമയത്ത് RPM വേരിയേഷൻ കാണിക്കണം. സ്റ്റാർട്ട് കഴിഞ്ഞാൽ വണ്ടി അപ്പം തന്നെ ഓഫ് ആവും, ഐഡ്ലിൽ നിൽക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ RPM വേരിയേഷൻ കാണിക്കണം. ഇതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് RPM വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ മൈലേജ് ഷോട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് ത്രോട്ടിൽ ബോഡി ബ്ലോക്ക് ആയി കഴിഞ്ഞാലാണ്, ത്രോട്ടിൽ ബോഡി നല്ലപോലെ അഴുക്കായി കഴിഞ്ഞാലാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻറ്റ് നിൽക്കും. അതായത് ഐഡ്ലിങ്ങിൽ നിൽക്കാത്ത വണ്ടി അപ്പം തന്നെ ഓഫ് ആവണതും, പിന്നെ മൈലേജ് ഷോട്ട്, പിന്നെ RPM വേരിയേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി. അപ്പോൾ ഇതിന് ത്രോട്ടിൽ ബോഡി അഴിക്കണം കേട്ടോ. ത്രോട്ടിൽ ബോഡി അഴിക്കുന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഓസ് ഉണ്ടല്ലോ, അതായത് ലൂസാക്കുക. അടിയിലും ഇതേപോലെ ക്ലിപ്പ് ഉണ്ടാക്കും, അത് ലൂസാക്കുക. അതിന് ശേഷം ത്രോട്ടിൽ ബോഡിക്ക് വരുന്നത് ഇലക്ട്രോണിക്കിൻ്റെ ആ അഴിച്ചെടുക്കുക. പിന്നെ ഒരു 4 ഞെട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എയർഫിൽറ്ററിൻ്റെ ഓസ് അയച്ച് മാറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ 10 ആ ക്ലിപ്പ് 10 ബോൾട്ട് വരുന്നത്, അപ്പോൾ അത് ലൂസ് ചെയ്യുക. അപ്പോൾ അടിയത്തെ ലൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ മുകളിലത്തെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വലിച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ആ സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അത് ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് 2 ലൂസാക്കിയിട്ട് ഇത് അതേപോലെ പതിയെ അത് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നേരെ ആ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അത്രേ കേട്ടോ. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ആ ത്രോട്ടിൽ ബോഡീൻ്റെ കപ്ലർ. അത് ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ കേബിളല്ല വരുന്നത്, അതായത് വയറിങ് വരുന്നത്. കപ്ലർ അഴിച്ച് മാറ്റുക. അതിനുശേഷം ഒരു 4 ഞെട്ടുണ്ടായിരിക്കും, അതഴിക്കുക. പിന്നെ ഒരു എയറിൻ്റെ ഒരു ഹോസും കൂടി ആ സൈഡിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ ബാറ്ററീൻ്റെ എർത്ത് ഊരിടണം കേട്ടോ. ബാറ്ററീൻ്റെ എർത്ത് ഊരിടണം. അതിന് ശേഷം ഈ ഓസാണ് അയക്കേണ്ടത്. ആ ക്ലിപ്പ് അഴിച്ചിട്ട് നേരെ ആ ഓസ് മാറ്റുക. അതിന് ശേഷം ആ ഞെട്ടും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ടിൽ ബോഡി പുറത്തേക്ക് എടുക്കാൻ പറ്റും. വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, വേറെ കണക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളുള്ളൂ. ആ ഒരു ചെറിയ പൈപ്പും, എയർ ഫിൽറ്ററിൻ്റെ ഒരു പൈപ്പും, പിന്നെ ഒരു ഇലക്ട്രോണിക്കിൻ്റെ കപ്ലറും ആ വയറിങ്ങും മാത്രം അയച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. ഇനി 10 ഞെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ അഴിക്കുകയാണ്. 4 ഉണ്ടായിരിക്കും. അത് അഴിച്ചിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 40,000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡി അഴിച്ച് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ മൈലേജ് കാര്യങ്ങൾ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 1,00,000 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡി അഴിക്ക് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ മൈലേജ് ഷോട്ട് ഉണ്ടാവും കേട്ടോ. മൈലേജ് നല്ലപോലെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ത്രോട്ടിൽ ബോഡി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വെക്കുക. നമുക്ക് നല്ലപോലെ വ്യത്യാസം കാണിക്കും. അപ്പോൾ ത്രോട്ടിൽ ബോഡി അഴിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ഓസ് അവിടുന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ത്രോട്ടിൽ ബോഡി. ഇതിനകത്ത് അഴുക്ക് കണ്ടോ, നല്ലപോലെ അഴുക്ക് കാണാനുണ്ട്. ഈ അഴുക്കുകൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ നല്ലപോലെ അഴുക്ക് ഇല്ലയെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു അഴുക്ക് മതി നിങ്ങൾക്ക് പുള്ളിങ് അതിൽ മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരാൻ, പിന്നെ വണ്ടി ഓഫ് ആവാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇനി ഇതാ ത്രോട്ടിൽ ബോഡി ക്ലീനർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതെപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും ത്രോട്ടിൽ ബോഡി ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യണം. റസ്റ്റ് ഓഫും കാര്യങ്ങളും വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് അത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഴുക്ക് പെട്ടെന്ന് കയറി പിടിക്കുന്നത്. അതെപ്പോഴും ത്രോട്ടിൽ ബോഡി ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഇതാ തിരിച്ച് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ക്ലീൻ ചെയ്യാൻ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി ഇതാ തിരിച്ച് അതേപോലെ തന്നെ പഴയ പോലെ എല്ലാ ഞെട്ടും ബോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഓസും കാര്യങ്ങളൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്യുക. ആ കപ്ലർ കൊടുക്കുക. ഓരോ ഞെട്ടായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നെട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ആ ചെറിയ ഓസ് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ വണ്ടിക്ക് പൊല്യൂഷൻ കിട്ടാത്ത അവസ്ഥ വരുമ്പോഴും ഈ ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കിട്ടാനും ചെറിയ പാടുപെടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ബാറ്ററിൻ്റെ എർത്ത് ഫിറ്റ് ചെയ്യുക. നേരെ കീ ഒന്ന് ഒരു 5 പ്രാവശ്യം ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക കേട്ടോ. ത്രോട്ടിൽ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കീ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക.
അങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വണ്ടി നേരെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നേരെ വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലയിൻറ്റ് എല്ലാം ഓക്കെ ആവും. RPM വേരിയേഷൻ ഓക്കെ ആവും. വണ്ടി ഓഫ് ആവണ കംപ്ലയിൻറ്റ് ഓക്കെ ആവും. പിന്നെ മൈലേജ് ഇഷ്യൂം ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ഇത്രയും കംപ്ലയിൻറ്റും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പെട്രോൾ വണ്ടിക്ക് ഇത്രയും കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ത്രോട്ടിൽ കൂടി അയച്ച് ക്ലീൻ ചെയ്തിട്ടോ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഒരു 40 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്.